Hello everyone, welcome to Say Cheers. ഇന്ന് നമ്മൾ പാലക്കാടൻ രീതിയിലൊരു മത്തിപ്പുളി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. എൻ്റെ അമ്മ എങ്ങനെ ഉണ്ടാക്കാറുണ്ട്. ഇത് ഇരിക്കെ സ്വാദ് കൂടും ഈ മത്തിപ്പുളിക്ക്, പിറ്റേ ദിവസം അതിൻ്റെ പിറ്റേ ദിവസമൊക്കെ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം നമ്മൾ മീൻപുളി ഉണ്ടാക്കാൻ പോണ ചട്ടി ഒന്ന് ചൂടാക്കിയിട്ട് അതിൽ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ അതിൽ 1/2 ടീസ്പൂൺ ഉലുവയും 2 ടേബിൾ സ്പൂൺ മല്ലിയും ചേർക്കണം. എന്നിട്ട് അതിൽ ഒരു 8 or 9 വറ്റൽമുളക് ചേർത്ത് കൊടുക്കണം. മുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കാം. അത് നന്നായിട്ടൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് അതിനെ ഒരു മിക്സഡ് ജാറിലേക്ക് മാറ്റി കൊടുക്കണം. എന്നിട്ട് അതിൽ ഒരു 1.5 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി കഷ്ണം എടുത്തിട്ട് അതിനെ ചെറിയ കഷ്ണമായിട്ട് അതിലിടണം. 25 ചെറിയ ഉള്ളി, 4 അല്ലി വെളുത്തുള്ളി, 4 ടേബിൾ സ്പൂൺ പച്ചത്തേങ്ങ, ഇതെല്ലാം ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അതിനെ പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. നമ്മൾ മല്ലി മുളകൊക്കെ വറുത്തില്ല, അതേ ചട്ടി ഒന്ന് ചൂടാക്കിയിട്ട് അതിലൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടാകുമ്പോൾ അതിലൊരു 2 or 3 അല്ലി വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അതിലൊരു 1 or 2 പച്ചമുളക് നടുകെ കീറിയത് ചേർത്തിട്ട് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ചേർത്ത് ഒന്ന് വതക്കിയിട്ട് അതിൽ നമ്മൾ 2 ചെറിയ തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. തക്കാളി വതക്കുമ്പോൾ തന്നെ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായി വതക്കിയെടുക്കണം. തക്കാളി ഒരുവിധം വതങ്ങിയ ശേഷം നമ്മൾ ഈ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ മല്ലി മുളകൊക്കെ, അതിന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുലുക്കിയിട്ട് ഇതിൽ അതും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഒരു നെല്ലിക്ക സൈസ് പുളി ഞാൻ എടുത്ത് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ലോണം പിഴിഞ്ഞ് ഇതിലൊഴിക്കണം. നല്ലോണം ഇളക്കിയിട്ട് ഉപ്പ് പാകമാണോ നോക്കിയിട്ട് പോരെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മളൊരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി കുതിർത്തിയിട്ട് ആ വെള്ളമാണല്ലോ ഒഴിച്ചു കൊടുക്കണം, അത് മുഴുവൻ ഒഴിച്ചു കൊടുക്കണം കേട്ടോളൂ. പിന്നെ കുറച്ച് പച്ചവെള്ളവും ചേർത്ത് ഈ മസാല ഒന്ന് അടച്ച് വെച്ച് തിളപ്പിക്കണം. ഒരു 10 മിനിറ്റ് നന്നായിട്ട് ഇത് തിളയ്ക്കണം, എന്നാലേ ആ പച്ചച്ചൊയൊക്കെ ഒന്ന് മാറിക്കിട്ടുള്ളൂ മസാലയുടെ. മസാല ഒന്ന് നന്നായി തിളച്ച ശേഷം നമ്മൾ കഴുകി കുറച്ച് ഉപ്പ് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മീനിൽ, അതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ മത്തിപ്പുളിയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേ കൂട്ടാൻ അയില കൊണ്ടും കിളിമീൻ കൊണ്ടും ഒക്കെ ഉണ്ടാക്കാം. മീൻ ഇട്ട ശേഷം നമ്മൾ കയ്യിലോണ്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ചുറ്റി കൊടുക്കണം. ഇതിപ്പോൾ നമ്മൾ കയ്യിലിട്ട് ഇളക്കിയാൽ ചിലപ്പോൾ മീൻ ഉടഞ്ഞു പോവേ. ഒരു 10-12 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ മീൻ വെന്തോളും. അത് കഴിഞ്ഞിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് അടച്ച് വെച്ചോളും. ഇനി കടുക് വറുക്കാൻ വേണ്ടി ഒരു തടുക്കാ പാൻ ചൂടാക്കിയിട്ട് അതിലൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. എണ്ണ ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം. കടുക് പൊട്ടുമ്പോൾ അതിലൊരു 5-6 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് വട്ടത്തിലരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിനെ ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം, മീൻപുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കാനുള്ള മീൻപുളി റെഡിയായി. ഈ മീൻപുളിയൊക്കെ ഉണ്ടാക്കിയ വഴി കഴിക്കുന്നതിനെക്കാട്ടിലും അത് ഇരിക്കെ ഒന്നും കൂടെ സ്വാദ് കൂടുക, പിറ്റേ ദിവസത്തേക്ക് ഒന്നുകൂടെ നന്നായിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടമാകും എന്തായാലും. ഇനി വേറൊരു വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു, ബൈ.